കണ്ണൂർ ആറളം ഫാമിലെ 685 ഏക്കർ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് പാട്ടത്തിന് നൽകാനുള്ള തീരുമാനത്തിനെതിരെ CPI വർഗ ബഹുജന സംഘടനകൾ. CPIM ഭരിക്കുന്ന പട്ടികവർഗ വകുപ്പിന് കീഴിലുള്ള ആറളം ഫാമിന് കോർപ്പറേഷനെതിരെയാണ് പ്രത്യക്ഷ സമരം. 10 മുതൽ 30 വർഷം വരെയുള്ള പാട്ടക്കരാർ വഞ്ചന എന്നാണ് വിമർശനം. വിവരങ്ങളുമായി സജോ ദേവസ്യ. സജോ, അതൊരു പുതിയ പോർമുഖം തുറക്കലാണോ അവിടെ? ഹാഷ്മി, ഇക്കാര്യത്തിൽ ആറളം ഫാമിംഗ് കോർപ്പറേഷൻ എന്നത് പട്ടികവർഗ വകുപ്പിന് കീഴിലുള്ള ഒരു സംവിധാനമാണ്. പട്ടികവർഗ വകുപ്പ് CPIM ആണ് ഭരിക്കുന്നത്. പക്ഷേ ഇടത് സംഘടനകൾക്ക് ഫാമിംഗ് കോർപ്പറേഷൻ എടുത്തിരിക്കുന്ന തീരുമാനത്തോട് യോജിപ്പില്ല എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ കാര്യം. പരസ്യ പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്നു. കുടിൽക്കെട്ടി സമരത്തിലേക്ക് കടക്കുകയാണ് AKS-ഉം AITUC-യും ഉൾപ്പെടെയുള്ള സംഘടനകൾ എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. 7600 ഏക്കറാണ് ആറളം ഫാം. നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിലായിരുന്നു. പിന്നീട് ആദിവാസി പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ പണം കൊടുത്ത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പിന്നീട് 3500 ഏക്കർ ആദിവാസി വിഭാഗങ്ങൾക്ക് പതിച്ചു നൽകി. അവശേഷിക്കുന്ന ഭൂമിയും അവർക്ക് തന്നെ പ്രയോജനപ്രദമാകും വിധം, അതായത് പുനരധിവാസ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിൽ, ഫാമിൽ നിന്ന് വരുമാനം, അങ്ങനെയുള്ള സംരംഭങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുക എന്നതായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയും ലക്ഷ്യവും. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടെ വന്യമൃഗശല്യം, കാട്ടാന ശല്യം, അങ്ങനെ അവിടുത്തെ ഉൽപ്പാദന പ്രവർത്തനങ്ങൾ, കൃഷി ഒക്കെ പ്രതിസന്ധിയിലാണെന്നതൊരു വസ്തുതയാണ്. ഇതിനിടെ ആനമതിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും അവിടെ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. ഈ പ്രതിസന്ധി ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, നഷ്ടക്കണക്കുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അവിടെ നേരത്തെ തന്നെ പങ്കാളിത്ത കൃഷിയുണ്ട്. പക്ഷേ ആ പങ്കാളിത്ത കൃഷി തുടരുന്നു എന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. പക്ഷേ പുതിയ കരാറുകൾ, അതിൽ 3 കരാറുകൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ അത് 10 മുതൽ 30 വർഷം വരെയാണ്. 655 ഏക്കർ ഭൂമി ആണ്. 530 ഏക്കർ 30 വർഷത്തേക്കാണ്. മറ്റൊരു 100 ഏക്കർ 30 വർഷത്തേക്കാണ്. 25 ഏക്കർ എന്നത് 10 വർഷത്തേക്കുമാണ്. അങ്ങനെ ഒരുപാട് 10 മുതൽ 30 വർഷം വരെയാണ് പാട്ടക്കരാറുള്ളത്. അങ്ങനെ 30 വർഷത്തേക്കുള്ള കരാറുകൾ പിന്നീട് ക്രമേണ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകും എന്നതാണ് ഇക്കാര്യത്തിൽ ഇടത് സംഘടനകളുടെ, പ്രത്യേകിച്ച് CPM-ൻ്റെയും CPI-യുടെയും ഒക്കെ വർഗ ബഹുജന സംഘടനകളുടെ നിലപാട്. CPM ജില്ലാ സെക്രട്ടറി തന്നെയാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. അവർ തന്നെ ഭരിക്കുന്ന, അവരുടെ പാർട്ടി തന്നെ ഭരിക്കുന്ന വകുപ്പിനെതിരെ എന്നാണ്. അതേസമയം ഫാം മാനേജ്മെൻറ്റ് വിശദീകരിക്കുന്നത് വലിയ പ്രതിസന്ധിയുണ്ട്. അവിടെ തദ്ദേശീയരായ, അതായത് പുനരധിവാസ മേഖലയിൽ ഉള്ള ജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാകും. അവിടെ കൃഷിയിൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവരിക, സംരംഭങ്ങൾ വരിക, അതുവഴി ഫാമിന് ലാഭം ഉണ്ടാകും. നഷ്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ റദ്ദാക്കാൻ ഈ കരാറിൽ വകുപ്പുണ്ട് എന്നൊക്കെയാണ് മാനേജ്മെൻറ്റ് വിശദീകരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ കാര്യത്തിൽ ആദിവാസികളുടെ ക്ഷേമത്തിനു വേണ്ടി ഉപയോഗിക്കേണ്ട പട്ടികവർഗ വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി, ചുരുക്കത്തിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം ദീർഘകാല അടിസ്ഥാനത്തിൽ സ്വകാര്യ മേഖലയിലേക്ക് പോകുന്നു. ഇത്രയും വിപുലമായ ഭൂമി അവിടെ ഫാമിന് ഇപ്പോഴുള്ള സാധ്യതകൾ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പൊതുമേഖലയിൽ തന്നെയോ 30 വർഷത്തേക്ക് പങ്കാളിത്ത കൃഷിയാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായും ആശങ്കകൾ ഉണ്ടാകും. സർക്കാർ മേഖലയിൽ തന്നെ ഭൂമി നിലനിർത്തണം എന്നാവശ്യപ്പെടുകയാണ് ആദിവാസി ക്ഷേമ സമിതി അടക്കമുള്ള സംഘടനകൾ. ഇല്ലെങ്കിൽ അവർ കൊടികുത്തി സമരം എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് പോവുകയും ചെയ്യുകയാണ്.